ഞാൻ ഒട്ടും കൈവെക്കാത്ത മേഖലയാണ് കേട്ടോ പേപ്പർ ഫ്ലവർ. എനിക്ക് ഈ പേപ്പർ ഫ്ലവേഴ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഉണ്ടാക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ട്രൈ ചെയ്യാറുമില്ല. പക്ഷേ ഈ പേപ്പർ ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇന്ന് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ സർക്കിൾസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. 2 3 4 5 6 7 ഇങ്ങനത്തെ 6 സർക്കിൾസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി സിമ്പിളായിട്ട് തന്നെ ഇത് അങ്ങോട്ടും എടുക്കുക, ഇങ്ങോട്ടും എടുക്കുക, ഇങ്ങോട്ടും എടുക്കുക, ഇങ്ങോട്ടും എടുക്കുക. എന്തിനാന്നല്ലേ, ഇത് ഈക്വൽ വെടുത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഓരോ പോർഷൻ എടുത്തിട്ട് കുമ്പിൾ കുത്തിയിട്ട് നമ്മൾ നടുക്ക് പശ വെച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ. അപ്പോഴേ കുമ്പിളായി അവിടെ നിൽക്കുള്ളൂ. അങ്ങനെ എല്ലാ സർക്കിൾസിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 8 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററിലും 2 സർക്കിൾസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെന്താ, സെയിം പ്രോസസ്സ്, കുമ്പിളുത്തലാണ് ഇതിൻ്റെ മെയിൻ. ഇനി ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് നടുക്കൊരു യെല്ലോ പൂമ്പൊടി പോലത്തെ സാധനം കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് യെല്ലോ പേപ്പർ ഇതുപോലെ നീളത്തിൽ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് അറ്റൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ലീഫും ഫ്ലവറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് ഇത് അട്ടിക്കട്ടിക്ക് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക. ലാസ്റ്റ് നടുക്കായിട്ട് നമ്മുടെ പൂമ്പൊടിയും കൂടെ ഒട്ടിക്കുമ്പോൾ സംഭവം കഴിഞ്ഞു. കഴിഞ്ഞില്ല, ഫ്ലവർ ആകുമ്പോൾ ഒരു തണ്ടും കൂടെ വേണമല്ലോ. അപ്പോൾ ഒരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് അറ്റൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് പരത്തിയിട്ട് അവിടെ ഒന്ന് പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം ശരിക്കും സംഭവം കഴിഞ്ഞിട്ടാ. നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്ക് സത്യത്തിൽ നല്ല ഇഷ്ടമായിട്ട് ഒറിജിനൽ താമര വിടർന്നിരിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ചെമ്പ് വേസൊക്കെ കിട്ടിയാൽ നല്ല രസമായിട്ട് വെക്കാം. ഇത് പക്ഷേ ഇടിയപ്പത്തിൻ്റെ ഈ റൗണ്ട് സാധനമാണ്. തൽക്കാലത്തേക്ക് നിങ്ങൾ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. പക്ഷേ ഇത് കാണിച്ചപ്പോൾ ഉമ്മ ചോദിച്ചൊരു ചോദ്യമാണ് എൻ്റെ ചങ്ക് തകർത്തത്. ഉമ്മ ചോദിക്കുകയാണ്, താമരയുടെ അല്ല ഇങ്ങനെയല്ലല്ലോ എന്ന്. ശരിയാണല്ലോ, അപ്പോഴാണ് ഞാനും അത് ആലോചിച്ചത്. പിന്നെ കഥ ചോദ്യമില്ലല്ലോ.